ഹലോ, ഇന്ന് അത്തമാണല്ലോ. അപ്പോൾ രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നേരത്തെ ഒന്നും എണീച്ചിട്ടില്ല കേട്ടോ. ഒന്ന് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട. അപ്പോൾ കുറച്ച് മെല്ലെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയിട്ടോ, 5:45 6 മണിയൊക്കെ ആയി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് തലയൊക്കെ തോർത്തിയിട്ട് വാതിലൊക്കെ തുറന്നു പൂവിടാനുള്ള പരിപാടികളൊക്കെ നോക്കണം കേട്ടോ. ഇന്ന് അത്തം തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് വിളക്ക് വെക്കലും അതുപോലെ തന്നെ എക്സാമിന് പോകുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടാണ് കേട്ടോ പൂവൊക്കെ ഇടാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. എൻ്റെ വിളക്ക് വെക്കലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പൂവിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതിനിടയിൽ ചാണകം തപ്പിയിട്ട് അമ്പലപ്പറമ്പ് മൊത്തം നടന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എവിടെയും പശു വരുന്നില്ല എന്ന് തോന്നുന്നു. ചാണകമൊന്നും ഇന്ന് കിട്ടിയില്ല കേട്ടോ. അല്ലെങ്കിൽ ചാണകമൊക്കെ തേച്ചിട്ടാണ് പൂവൊക്കെ ഇടാറ്. പക്ഷെ ഇന്ന് ചാണകമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ മുറ്റം അടിച്ചതൊക്കെ വെള്ളമൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് വെള്ളം തെളിച്ചിട്ട് പൂവിടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ചെറുതായിട്ട് സിമ്പിളായിട്ടൊരു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ അടുത്തുള്ള പിള്ളേരൊക്കെ കൂടി രാവിലെ നേരത്തെ പുലർച്ചയ്ക്കൊക്കെ എഴുന്നേറ്റിട്ട് നമ്മൾ പൂവൊക്കെ പറിക്കാനായിട്ട് എല്ലാ വീടുകളിലും നമ്മൾ അടുത്തുള്ള വീടുകളുടെ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ദൂരെ വരെയൊക്കെ പോയിട്ട് പൂവൊക്കെ പറിക്കായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അമ്മമാർക്ക് കൊണ്ട് കൊടുത്തിട്ട് പൂവിടാനൊക്കെ സഹായിക്കലും പൂവിടലൊക്കെ അതൊരു ഭയങ്കര രസമുള്ള സമയമൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് പൂ പറിക്കാൻ പോയിട്ട് പൂവിടാൻ പോലും വയ്യ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ പൂ പറിക്കാൻ പോലും നമ്മുടെ അടുത്തുള്ള ചെടികൾ വീടുകളിൽ പറിക്കാൻ പോലും ഒന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ കിറ്റ് പൂവ് വാങ്ങലാണല്ലേ എല്ലാവരുടെയും ഇപ്പം അങ്ങനെയൊക്കെ. പക്ഷെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ അടുത്തുള്ള വീട്ടിൽ നിന്ന് പൂ പറിക്കലും അതുപോലെ നമ്മുടെ മുറ്റത്തുള്ള പൂക്കളൊക്കെ പറിച്ചിട്ട് പൂവിടുന്നതും അതൊക്കെ ഒരു രസം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും ഇല്ല കേട്ടോ. രാവിലെ പൂവിടുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഓർമ്മ വന്നത് ചെറുപ്പത്തിൽ ഇങ്ങനെ പൂ പറിക്കാൻ പോയതും ആർക്കാ കൂടുതൽ കിട്ടിയെന്ന് പറയാം. അതിങ്ങനെ പൂ പറിക്കാൻ പോണ സമയത്ത് ഇങ്ങനെ അടിയാവലും എനിക്ക് ഈ പൂവാണം നിനക്ക് ഈ പൂവാണം എന്നൊക്കെ ഇങ്ങനെ പിള്ളേർ തമ്മിൽ പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പൂ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ പറിക്കും, ഇല്ലെങ്കിൽ നമ്മൾ പറിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് അവിടെ ചെറുതായിട്ട് അടിപിടിയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കും നമ്മൾ രാവിലെ പൂവൊക്കെ പറിച്ച് വരിക കേട്ടോ. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ല. അവർ രാവിലെ നീച്ച് പൂവിടണത് കണ്ടിട്ടാണെങ്കിലും അവരങ്ങനെ മെയിൻ്റൊന്നും ചെയ്യാറില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ പൂവിടാനൊക്കെ സഹായിക്കും. പക്ഷെ പിന്നെ അവിടെ അടിപിടിയൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ 90s കിഡ്സ് എൻജോയ് ചെയ്തിട്ട് ഉള്ള ഒരു കാര്യങ്ങളും തന്നെ ഇപ്പോൾ 2K കിഡ്സിന് ഇല്ലാന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ 2K കിഡ്സിന് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും നമുക്കില്ലെങ്കിലും പക്ഷേ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്ന് 2K കിഡ്സിന് ഇല്ല കേട്ടോ.